Hi students, welcome to the lecture. Today we will be dealing with labor market reforms. This is a requested topic, so if you have any request regarding any topics to be taken, please kindly comment in the comment section below. So without much delay, let's move on to the topic. What is a labor market? Labor market, also known as a job market, refers to the supply and demand for labor, in which employees provide the supply while employers or entrepreneurs provides the demand. The labor market can be further classified into organized and unorganized. ഓക്കെ, അപ്പോൾ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ് ദ വേർഡ് ഇംപ്ലൈസ് എന്താണ്, ജോബ് മാർക്കറ്റ് തന്നെയാണ്. അതായത് ഇതിൽ നമുക്ക് ഡിമാൻഡും സപ്ലൈയും ഉണ്ട്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഒരു മാർക്കറ്റിൻ്റെ അകത്ത് എന്തുണ്ട്, ഡിമാൻഡ് ഉണ്ടാവും, അതേപോലെ സപ്ലൈ ഉണ്ടായിരിക്കും. ഇവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺട്രപ്രനേഴ്സ് ആയിരിക്കും, അതുപോലെ സപ്ലൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും, ലേബർ ആയിരിക്കും. ഓക്കെ, ഓൺട്രപ്രനേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ലേബറിൻ്റെ സപ്ലൈ ആണ് നമ്മൾ ലേബർ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത് ഇക്വിലിബറിയത്തിലാവുന്നത് എപ്പോഴാണ്, ഓൺട്രപ്രനറിൻ്റെ ഡിമാൻഡും ലേബറിൻ്റെ സപ്ലൈയും ഈക്വൽ ആകുന്ന കേസിലാണ് ഒരു മാർക്കറ്റ്, ലേബർ മാർക്കറ്റ് ഇക്വിലിബറിയത്തിലായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലേബർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എങ്ങനെയാണ്, ഓർഗനൈസ്ഡും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിന് ഒരുപാട് ഗ്യാരണ്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ സുരക്ഷകളുണ്ട്, അല്ലെങ്കിൽ വെൽ ഇൻഫോംഡ് അല്ലെങ്കിൽ വെൽ റെഗുലേറ്റഡ് ആണ് എങ്കിൽ അവയെ ഓർഗനൈസ്ഡ് എന്ന് പറയും. അതേസമയം ഹാർഷ് കണ്ടീഷൻസിലും വിത്തൗട്ട് ഇൻഷുറൻസ്, വിത്തൗട്ട് സേഫ്റ്റി അങ്ങനെയാണ് ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ലേബർ മാർക്കറ്റ് രണ്ട് രീതിക്കാണുള്ളത്, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും. മൂവിങ് ഓൺ, വാട്ട് ആർ ലേബർ മാർക്കറ്റ് റീഫോംസ് ഓർ ലേബർ ലോസ്? ലേബർ ലോസ് എന്താണ്, ലേബർ മാർക്കറ്റ് റീഫോംസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ലേബർ റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ സൈഡ് റീഫോംസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സപ്ലൈ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലേബറിൻ്റെ സപ്ലൈനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്. സോ ഈ സപ്ലൈ സൈഡിലുണ്ടാകുന്ന റീഫോംസിനെയാണ് ലേബർ റീഫോംസ് എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ലേബർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യയിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻറ്ററിന് മാത്രം ഇടപെടാൻ പറ്റുന്ന സബ്ജക്ട്സ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിന് മാത്രം ഇടപെടാൻ പറ്റുന്ന സബ്ജക്ട്സ് ആയിരിക്കും. കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരുപോലെ ഇടപെടാൻ പറ്റുന്ന സബ്ജക്ട്സ് ആയിരിക്കും. സോ അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. According to PRS legislative, currently there are over 100 state laws and 40 central laws regulating various aspects of labor. So ലേബറുമായിട്ട് ബന്ധപ്പെട്ട് PRS ലെജിസ്ലേറ്റീവ് അനുസരിച്ച് ഇന്ന് 100 സ്റ്റേറ്റ് ലോസും 40 സെൻട്രൽ ലോസുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലേബറിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ് സ്റ്റേറ്റിന് 100 എണ്ണവും സെൻട്രലിന് 40 എണ്ണവുമാണുള്ളത്. കാരണം സെൻട്രലും സ്റ്റേറ്റും ഇതിൽ ഒരുപോലെ ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള കാരണം ഇവ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ടായിരുന്നു. യെറ്റ് ദർ ഇസ് നോ സെറ്റ് ഓഫ് ഡെഫിനിഷൻ ഓഫ് ലേബർ ലോസ്. ലേബർ ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പെർട്ടിക്കുലർ ആയിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനായിട്ട് ഇതിനെ വീണ്ടും കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് വേജ്, നമുക്ക് ലേബറിന് കൊടുക്കുന്ന ശമ്പളം അനുസരിച്ച്, അതുപോലെ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി അനുസരിച്ച്, സേഫ്റ്റി അനുസരിച്ച്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് ലേബർ ലോസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ നമുക്ക് ലേബർ ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പെട്ടെന്ന് നാരോ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് വളരെ ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. മൂവിങ് ഓൺ, നീഡ് ഫോർ ലേബർ മാർക്കറ്റ് റീഫോംസ്. എന്തിനാണ് ലേബർ മാർക്കറ്റ് റീഫോംസ് വേണ്ടത്? റീഫോംസ് വിത്ത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആർ റിക്വയർഡ് ഫോർ ജനറേഷൻ ഫോർ മോർ ജോബ്സ് ഇൻ ദ എക്കോണമി വെയർ 10 മില്യൺ യങ് പീപ്പിൾ എൻറ്റർ ദ മാർക്കറ്റ് ആനുവലി. സോ നമ്മുടെ മാർക്കറ്റിൽ ഫ്ലെക്സിബിലിറ്റിയാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിന് കാരണം എന്താണ്, ഇങ്ങനെയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ, മാർക്കറ്റിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ ജോബ്സ് ക്രിയേറ്റ് ആവത്തുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വ്യക്തികൾക്ക് എംപ്ലോയിഡ് ആകുവാനായിട്ടുള്ള ഒരു ചാൻസും ഇതുവഴി ഉണ്ടാവുകയാണ്. മാർക്കറ്റിൽ ആനുവലി 10 മില്യൺ ആൾക്കാർ മാത്രമാണ് ജോലിയിലോട്ടേക്ക് പ്രവേശിക്കുന്നത്. സോ അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. രണ്ടാമത്, മോർ ദാൻ 90% ഓഫ് ഇന്ത്യസ് ലേബർ ഫോഴ്സ് വർക്ക് ഇൻ ഇൻഫോർമൽ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സോ ഇന്ത്യയിൽ അല്ലെങ്കിൽ
ഇന്ത്യയിൽ വരുന്ന 90% ലേബർ ഫോഴ്സിലുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറിലാണ്. സുരക്ഷിതത്വമുള്ളതോ അല്ലെങ്കിൽ സേഫ്റ്റി പറയാനായിട്ടോ ഒന്നും സാധിക്കത്തില്ലാത്ത ഓരോ ഇടങ്ങളിലായിട്ടായിരിക്കും 90% വരുന്ന ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓൾസോ അൺഎംപ്ലോയ്മെൻറ്റ് ബോത്ത് ഫോർ അൺസ്കിൽഡ് വർക്കർ ആൻഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ഈസ് ഓൾ ടൈം ഹൈ. സോ അൺസ്കിൽഡ് വർക്കറിനും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്സിൻ്റെ ഇടയ്ക്കും എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലേബർ റീഫോംസ് അത്യാവശ്യമാണ്. ദെൻ the 2019 economic survey had pointed out that states having more flexible labor market were 25.4% more productive than states which has rigid labor laws. So വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റില്ലാത്ത രീതിക്കുള്ള ലേബർ ലോസ് ഉള്ള സ്റ്റേറ്റ്സിൻ്റെ അകത്ത് എത്രയാണ്? വളരെ കുറവ് മാത്രമാണ് പ്രൊഡക്ടിവിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേബർ ലോസ് ഉള്ള ലേബർ മാർക്കറ്റിൽ 25.4% പ്രൊഡക്ടിവിറ്റി ആസ് കമ്പയർഡ് ടു ദിസ് റിജിഡ് സ്റ്റേറ്റ്സ് ലോസ് ആർ ഹൈ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താണ് റിജിഡ് ലേബർ ലോസ് ഉള്ള സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 25.4% വരെ ഇൻക്രീസ് ഫ്ലെക്സിബിൾ ലേബർ ലോസ് ഉള്ള സ്റ്റേറ്റ്സിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെൻ ദർ are huge problems due to increasing inequality and regional differences in parity of work and employment opportunities. സോ വർക്കിൻ്റെ കേസിലും അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കേസിലും ജെൻഡർ ബേസ്ഡ് റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇന്നിക്വാളിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം മെയിൽ ഫീമെയിൽ ബേസിസിൽ റേഷ്യലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓരോ റീജിയൻസിൽ താമസിക്കുന്നതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴി എംപ്ലോയ്മെൻറ്റിലും അതുപോലെ വർക്കിൻ്റെ ഒരു ഇക്വാലിറ്റിയിലും എന്താണ് വ്യത്യാസങ്ങൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ത്രിപുരയിലൊക്കെ മിനിമം വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം 40 രൂപയാണ്. എന്നാൽ കേരളത്തിൽ അത് 300 രൂപയാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ബംഗാളിൽ നിന്നും മറ്റ് നോർത്തേൺ റീജിയൻസിൽ നിന്നൊക്കെ ഒരുപാട് വ്യക്തികൾ കേരളത്തിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്? ലേബറിൻ്റെ വേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഈ വേജ് കൂടുതൽ കിട്ടുന്നത് എവിടെയാണോ അവിടേക്കായിരിക്കും ലേബേഴ്സ് കൂടുതലായിട്ട് മൂവ് ചെയ്യുക. സോ ഈ 40 രൂപ മാത്രം ത്രിപുരയിൽ കിട്ടുന്നു ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നാൽ അത് കേരളത്തിലാകുമ്പോഴത്തേക്കും 300 രൂപയായിട്ട് ഒരു ദിവസം കിട്ടുന്നതെങ്കിൽ എന്തോ ഒരു ലാഭമാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ Vietnam, Indonesia and Bangladesh are more competitive in labor intensive sector. ഇപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കോമ്പറ്റീറ്റീവ് ആണ്. എന്തിൽ? ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ലേബർ മാർക്കറ്റ് റീഫോംസ് ആൻഡ് ദ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ്. ഇനി ലേബർ മാർക്കറ്റിനകത്തുണ്ടാകുന്ന റീഫോംസിന് ഇൻ്റർനാഷണലി കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ILO or International Labour Organization has set up international labor standards which defines basic principles and rights at work. So ILO കുറച്ച് ലേബർ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ലേബർ പ്രിൻസിപ്പിൾസും അതുപോലെ ഒരു വ്യക്തി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വർക്കിംഗ് സ്ഥലത്ത് കിട്ടേണ്ട റൈറ്റ്സിനെ കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒന്നാണ് ഈ ഒരു ലേബർ സ്റ്റാൻഡേർഡ്സിലുള്ളത്. By the end of June 2018, the International Labour Organization had adopted 189 conventions, 205 recommendations and 6 protocols covering a broad range of work issues. സോ വർക്ക് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് 181 കൺവെൻഷൻസും 205 റെക്കമെൻഡേഷൻസും 6 പ്രോട്ടോകോൾസും 2018 ജൂണിൻ്റെ അവസാനം കൊണ്ട് ILO അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ILO's governing body has identified 8 conventions as fundamental and sought to have universal ratification. സോ ഈ ILOയുടെ ഗവേണിംഗ് ബോഡി ഇവിടെയുള്ള 189 കൺവെൻഷനിൽ നിന്നും 8 കൺവെൻഷൻസ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അതിന് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സലി റാട്ടിഫൈ ചെയ്യേണ്ട അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞു. അതിൽ കുറച്ചാണ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്
to organize conventions, then equal remuneration convention, abolition of forced labor convention, minimum wage convention ഒക്കെ. സോ ഒരു ലേബേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ളൊരു അവകാശം, അതുപോലെ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള വേജ് കിട്ടുവാനുള്ള അവകാശം, ഫോഴ്സ്ഡ് ലേബർ ഇല്ലാതാക്കുക, അതുപോലെ മിനിമം ആയിട്ടുള്ള ഒരു ഏജ് കൊണ്ടുവരിക. ഇത്രയൊക്കെയാണ്. ഇതൊക്കെ ഔട്ട് ഓഫ് 8 കൺവെൻഷൻ 4 കൺവെൻഷനാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ 8 കൺവെൻഷനും യൂണിവേഴ്സലി റാറ്റിഫൈ ചെയ്യേണ്ടതാണ്. ദെൻ ലേബർ മാർക്കറ്റ് റീഫോംസ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ഇപ്പം നമ്മൾ വേൾഡിലെ നോക്കി അല്ലെങ്കിൽ ILO ബേസിസിലുള്ള ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് നമ്മൾ കണ്ടു, എന്താണ് ലേബർ മാർക്കറ്റ് റീഫോംസ് എന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ലേബർ മാർക്കറ്റ് റീഫോംസ് എങ്ങനെയാണെന്നാണ്. ഇൻ the 2015-16 economic survey highlighted the trends of labor market, contract labor, competitive federalism, labor-intensive manufacturing firms reallocating to smaller cities, creation of suitable jobs for women. Also, the 2019 economic survey have advocated for flexible labor laws and appreciated Rajasthan model for doing the same. So, 2015-16 എക്കണോമിക് സർവേയിൽ ലേബർ മാർക്കറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ട്രെൻഡ്സിനെയാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കോൺട്രാക്ട് ലേബർ, അതുപോലെ കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, ലേബർ ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ് ഫേംസ് സ്മോളർ സിറ്റീസിലോട്ടേക്ക് മാറ്റുന്നത്, അതുപോലെ തന്നെ വുമണിന് കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി നൽകിക്കൊണ്ട് പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ 2015-16 എക്കണോമിക് സർവേയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2019 എക്കണോമിക് സർവേയിൽ ലേബർ ലോസിൻ്റെ ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ലേബർ ലോസിനെ ബേസ് ചെയ്തിട്ട് രാജസ്ഥാൻ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്തു. ആ മോഡലിന് ഒരുപാട് പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്നു വേൾഡ് വൈഡ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. ചേഞ്ചിങ് നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ് റീഫോംസ്. ദ ബാക്ക്ഗ്രൗണ്ട്: റീഫോംസ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റ് labor market were not a part of liberalization measures unleashed in 1990s. 1990 നമുക്ക് 90-91 ലിബറലൈസേഷൻ പോളിസീസ് ഡെവലപ്പ് ചെയ്തു. ഈ ഇന്ത്യൻ മാർക്കറ്റിലെ ലേബർ റീഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് അല്ല. ഫസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ഓൺ ലേബർ മാർക്കറ്റ് റീഫോംസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ റിപ്പോർട്ട് ഓഫ് സെക്കൻഡ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ that proposed major change in labor laws. So second national commission for on laborലാണ് ആദ്യമായിട്ട് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മേജറായിട്ടുള്ള ലേബർ ലോസിനകത്തുള്ള ചേഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടൽ ബിഹാരി വാജ്പേയിയുടെ ലീഡർഷിപ്പിൽ ഒരുപാട് റീഫോംസ് വന്നു. ഹവവർ ഗവൺമെൻറ് മാറിയപ്പോഴത്തേക്കും ആ ഒരു മാറ്റങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിന്നു. 2014 പുതിയ ഗവൺമെൻറ് 44 സെൻട്രൽ ലേബർ ആക്ട്സ് 4 കോഡ്സ് ആയിട്ട് കൊണ്ടുവന്നു. ഈ പ്ലാൻ പകുതി മാത്രമേ അച്ചീവ്ഡ് ആയിട്ടുള്ളൂ, അതായത് ഹാഫ് സക്സസ് ആണ്. ഓക്കെ, 2014 പുതിയ ഗവൺമെൻറ് 44 സെൻട്രൽ ആക്ട്സ് 4 കോഡ്സിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അത് ഫുള്ളി സക്സസ്ഡ് അല്ല, അല്ലെങ്കിൽ സക്സീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പാർഷ്യലി അത് അച്ചീവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. കറണ്ട് സ്റ്റേറ്റ് ഓഫ് ലേബർ റീഫോംസ്. ലേബർ റീഫോംസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് എന്നാണ് നോക്കുന്നത്. ലേബർ മാർക്കറ്റ് റീഫോംസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ലേബർ കോഡ് ഓൺ വേജ്, നമ്മൾ പറഞ്ഞു കോഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വേജിൽ കോഡ് സെറ്റ് ചെയ്തു. അത് 2019 ഓഗസ്റ്റിലാണ് പാസ് ചെയ്തിരിക്കുന്നത്. ദ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. രണ്ടാമത്തെ കോഡ് എന്താണ്? ഒക്കുപേഷണൽ സേഫ്റ്റി. ഒരു വ്യക്തി ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്തിരിക്കുന്നത് അയാളുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി, അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഡ്. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. ദെൻ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ദെൻ ദ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ദെൻ ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ബിൽ 2019. സോ എന്തൊക്കെ കോഡ്സ് ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത്? വേജ് ബേസിസിൽ ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇവയെല്ലാം 2019 പാസ് ചെയ്തു. അതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. അതിനുശേഷം ഡ്രാഫ്റ്റ് ഫോം ചെയ്തു. 2019 നവംബറിൽ ഇത് പാസ്ഡായി. ഈ 4 ബിൽസും ലോങ് എൻവസൈസ് ടു റീപ്ലേസ് 44 archaic labor laws.
നേരത്തെ ഉണ്ടായിരുന്ന 44 അർക്കൈക് ലേബർ ലോസിനെ ഈ 4 ബിൽസ് വന്നതോടുകൂടി റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ വേജ്, ഒക്കുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് കണ്ടീഷൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇവയാണ് പ്രധാനപ്പെട്ട 4 കോഡുകൾ. അത് ഓഗസ്റ്റ് 2019 പാസ് ചെയ്തു. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. പിന്നീട് ഡ്രാഫ്റ്റ് ഫോം ചെയ്തു. 2019 നവംബറിൽ ഇവ അക്സെപ്റ്റഡ് ആയി അല്ലെങ്കിൽ പാസ്ഡ് ആയി. ഓക്കെ, മൂവിങ് ഓൺ. COVID-19 and the changing labor laws. With the onset of pandemic, the work culture and labor market has been witnessed a transitions from work from home culture to job loss, layoff or non-payment, wage cuts, economy distress have only increased. On the top of this, several states have resorted to change in labor laws for fuller exploitation of labor. സോ ഇവിടെ എന്താ സംഭവിച്ചത്? COVID-19 വന്നതോടുകൂടി നമ്മുടെ വർക്ക് കൾച്ചറിനും ലേബർ മാർക്കറ്റിനും ഒക്കെ ഒരു ചേഞ്ച് വന്നു. നേരത്തെ നമ്മൾ പോയി വർക്ക് ചെയ്തിരുന്നു എങ്കിൽ കോവിഡ് വന്നപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? നമ്മൾ വർക്ക് ഫ്രം ഹോമായി അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചതോ, ആ വർക്ക് ഫ്രം ഹോമിൽ നിന്ന് പിന്നീട് നമ്മുടെ വേജുകൾ ഒരുപാട് പേർക്ക് അവരുടെ നേരത്തെ ഉള്ളായിരുന്ന പേയ്മെൻറ്റിനേക്കാളും കുറവ് പേയ്മെൻറ്റ് മാത്രമായി. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ജോലി ഉണ്ടെങ്കിലും പേയ്മെൻറ്റ് ഇല്ലാതായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ തന്നെ ലേബർ ലോസ് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് അല്ലെങ്കിൽ ലേബറിനെ മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റാനായിട്ടും പല സ്റ്റേറ്റ്സും മുൻപോട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിന് 2 കേസ് സ്റ്റഡീസ് ഉണ്ട്, ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും. ഉത്തർപ്രദേശ് എന്താ ചെയ്തത്? ടെമ്പററി എക്സംഷൻ ഫ്രം സർട്ടൻ ലേബർ ലോ ഓർഡിനൻസ് 2020 to exempt factories, business and establishments from previous of all labor laws including the Minimum Wages Act. സോ എന്താണ്, ഉത്തർപ്രദേശിൽ 2020 ഉണ്ടായിരുന്ന അവരൊരു ഓർഡിനൻസ് പാസ്സാക്കി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഒരുപാട് ഫാക്ടറീസിനെയും ബിസിനസ്സിനെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെയൊക്കെ ഒരുപാട് ലേബർ ലോസിൽ നിന്ന് വിമുക്തമാക്കി, ഇൻക്ലൂഡിങ് മിനിമം വേജ് ആക്ട്. ഇനി മധ്യപ്രദേശിൻ്റെ കേസിലാണെങ്കിലോ, എംപ്ലോയേഴ്സ് ഹാവ് ബീൻ എക്സംപ്റ്റഡ് ഫ്രം സം ഒബ്ലിഗേഷൻ ഫ്രം വേരിയസ് ലേബർ ലോസ് ഫോർ 1000 days. 1000 ദിവസത്തേക്ക് എന്താ സംഭവിച്ചത്? ലേബർ ലോസിൽ നിന്നുള്ള എല്ലാ ബാധ്യതകളും കൊടുത്തു ആർക്ക്? എംപ്ലോയേഴ്സിന്. ഓൾസോ വർക്കിംഗ് ഹവേഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. 8 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് അത് 12 മണിക്കൂറത്തേക്കുള്ള വർക്കിംഗ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. And the factories would be allowed to operate without following safety and health norms. ഓക്കെ, ഒരു വ്യക്തിയുടെയും സേഫ്റ്റിയോ ഹെൽത്തോ ഒന്നും നോക്കാതെ വർക്കിംഗ് കണ്ടീഷൻസ് മാറ്റി. അതുപോലെ വർക്കിംഗ് ഹവേഴ്സ് ചേഞ്ച് ചെയ്തു. 1000 ദിവസത്തോളം എന്താണ് ലേബർ ലോസ് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യതയും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. Many other states like Gujarat etc. to have followed the same pattern. So COVID-19 വന്നതോടുകൂടിയാണ് ഇതുപോലെ ചേഞ്ചസ് ഉണ്ടായത്. ഓക്കെ, കാരണം എന്താണ്? ജോബ് ഡിസ്ട്രെസ്, എക്കോണമി ബാക്ക്വേർഡ് ആവുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്സും ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും സാധാരണ ജനങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്നാലും അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഒരുപാട് സ്റ്റേറ്റ്സ് ശ്രമിച്ചു. അതിൽ 2 കേസ് സ്റ്റഡിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ദെൻ വേ ഫോർവേഡ്. India's most pressing labor market challenge going forward will be the able to generate good jobs via labor market reforms. സോ ലേബർ മാർക്കറ്റ് റീഫോംസിലൂടെ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക. കാരണം എന്താണ്? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യണം, വർക്കിംഗ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. സോ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇന്ത്യയുടെ ലേബർ മാർക്കറ്റ് ചലഞ്ചിൽ ഒന്നാമത് വരുന്നത് ജനറേറ്റ് ഗുഡ് ജോബ്സ് ആണ്. Then a sustainable solution to labor laws concern will only come when the government is able to convince workers and unions and also simultaneously the corporate sector that rigidity of legislation will not come in the way of ease of doing business. സോ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സിനെയും യൂണിയനെയും കോർപ്പറേറ്റ്സിനെയും ഒക്കെ എന്താണ് കൺവീൻസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാം. അപ്പോൾ ആ ഒരു നമ്മുടെ റിജിഡിറ്റി ഓഫ് ലോസ് മാക്സിമം മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
കൂടുതലായിട്ടുള്ള ഒരു ലേബർ മാർക്കറ്റ് ചലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ലേബർ മാർക്കറ്റ് റീഫോംസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.